പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ തുടരും എന്ന ചിത്രത്തിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നതിനിടയിലാണ് രണ്ട് പുതിയ ചിത്രങ്ങൾ ഇന്നലെ റിലീസാകുന്നത്. നവാഗതനായ രാജേഷ് രവി സംവിധാനം ചെയ്യുന്ന വിനയ് പോട്ടും ഷറഫുദ്ദീനും മുഖ്യ കഥാപാത്രമായ സംശയം എന്ന ചിത്രവും, മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D ചിത്രം എന്ന വിശേഷണവുമായി വന്ന ലൗലി എന്ന ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്ത ചിത്രവുമാണ് ഇന്നലെ തിയേറ്ററിലെത്തിയത്. ഇതിൻ്റെ ഛായാഗ്രഹകൻ ആശിഷ് അബു എന്ന് പറയുന്ന വ്യക്തിയാണ്. ആശിഷ് അബുവിനെ എല്ലാവർക്കും അറിയാം. അതുപോലെ യുവതാരം മാത്യു തോമസ് ആണ് ഇതിനകത്തെ മുഖ്യ കഥാപാത്രമാകുന്നത്. അതുപോലെ തന്നെ ആനിമേഷൻ ആയ ഒരു ഈച്ചയുമാണ് മുഖ്യ കഥാപാത്രമായി എത്തുന്നത്. ഈ രണ്ട് ചിത്രങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ഈ പടക്കളത്തിലേക്ക്, മലയാള സിനിമ എന്ന് പറയുന്ന പടക്കളത്തിലേക്ക് ഇന്നലെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ എന്തായി തീർന്നോ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ പുതിയ ചിത്രങ്ങൾ തന്നെയാവട്ടെ. പുതിയ ചിത്രങ്ങളായ സംശയം ഇന്നലെ 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അതുപോലെ ലൗലി എന്ന ചിത്രം 21 ലക്ഷം രൂപ കളക്ട് ചെയ്തു. ഇന്ത്യ ഗ്രോഫായിട്ട് ഇത് കാണിക്കുന്നത് 44 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്ന് തോന്നുന്നു. അപ്പം ചിത്രമൊന്നും പ്രതീക്ഷിച്ച തുടക്കം കുറിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പം വരും ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. അതുപോലെ തുടരും എന്ന ചിത്രം, ഇന്നലെ തുടരും എന്ന ചിത്രം എത്ര രൂപ കളക്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഏകദേശം വേൾഡ് വൈഡായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു 215 കോടിയായിരുന്നു മിനിഞ്ഞാന്ന് കളക്ട് ചെയ്തത്. ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനൊന്നും കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ടില്ലെങ്കിലും നമ്മൾ 120, 118 റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് 1,51 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. വെള്ളിയാഴ്ച ദിവസമാണ്. ഇനി ശനിയാഴ്ച നല്ല ബുക്കിംഗ് കാണുന്നുമുണ്ട്. അങ്ങനെ 105 കോടി 70 ലക്ഷം രൂപയിലേക്ക് തുടരുന്ന ചിത്രം എത്തിയിരിക്കുന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ മറ്റൊരു ചിത്രമാണ് നമ്മുടെ ദിലീപൻ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിച്ചപ്പെട്ട പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസുമായിട്ടുള്ള ഈ കളക്ഷൻ പറയുമ്പം കൃത്യമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പം പല ചാനലുകളും ഏറിയും കുറഞ്ഞുമൊക്കെ കളക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമുക്ക് പറയാനുള്ളത്, ഇന്നലെയും പ്രിൻസ് എന്ന് പറയുന്ന ചിത്രം 1 കോടി 1 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. 8ാമത്തെ ദിവസം കൊണ്ട് 9 കോടി 19 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 10 കോടി 36 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രത്തിൻ്റെ യാതൊരുവിധ കളക്ഷനും പുറത്തു വന്നില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 16 കോടി രൂപയെങ്കിലും ഇത് നേടിക്കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ചിലപ്പം 16 കൂടാം, 16 കുറയാം. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് കണക്കിൻ്റെ പുറത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പലരും കമൻറ്റ് പറയുന്നു വേറെ ചാനലിൽ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ എന്ന്. അവർക്ക് കിട്ടിയ കണക്കായിരിക്കാം, ഇത് നമുക്ക് കിട്ടിയ കണക്കാണ്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ദിലീപ് എന്ന് പറയുന്ന നടനോട് വ്യക്തിപരമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അപ്പം ഇത് കൃത്യമായിട്ടുള്ള കണക്ക് തന്നെയാണ്. അപ്പം 16 കോടി കിട്ടിക്കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 20 ആകാം, അതിലും താഴെയാകാം. അതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരട്ടെ അല്ലേ. പടക്കളം എന്ന ചിത്രത്തെ പറ്റി പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ശരാശരി നിലവാരത്തിന് മുകളിൽ പുലർത്തുന്ന ഒരു ചിത്രമായിട്ട് തുടരും. കളക്ഷൻ്റെ കാര്യത്തിൽ പടക്കളം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. 8ാമത്തെ ദിവസം 69 ലക്ഷം നേടിയെങ്കിൽ 9ാമത്തെ ദിവസം ഇത് നേടിയത് 75 ലക്ഷം രൂപയാണ്. അതുപോലെ ഇന്ന് 6 കോടി 12 ലക്ഷം കളക്ട് ചെയ്ത ഈ ചിത്രം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 6 കോടി 86 ലക്ഷം രൂപയാണ്. അപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഏകദേശം 9-10 കോടി എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ, വേൾഡ് വൈഡായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 9-10 കോടിയെങ്കിലും കിട്ടിക്കാണും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രമായിരുന്നു സർക്കീട്ട് എന്ന് പറയുന്ന ചിത്രം. ആസിഫ് അലി നായകനായ ചിത്രം. ആസിഫ് അലിൻ്റെ കരിയറിലെ 3ാമത്തെ യാത്രക്കടിക്കുമോ എന്നുള്ള അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കിഷ്കിന്ധ കാണ്ഡം 50 കോടി കടന്നു, തേങ്ങ ചിത്രം 50 കോടി കടന്നു. അതിനുശേഷം വന്ന ചിത്രമായിരുന്നു സർക്കീട്ട്. പക്ഷേ ജന അഭിപ്രായങ്ങളൊക്കെ മികച്ചതെങ്കിലും
പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ ഈ ചിത്രം തുടരുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 8ാമത്തെ ദിവസം 8 ലക്ഷം രൂപ നേടിയ ചിത്രം 9ാമത്തെ ദിവസം 7 ലക്ഷമായിട്ട് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 2,14,00,000 ഇത് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതുപോലെ ഇന്ത്യ ഗ്രോഫ് ആയിട്ട് കാണിക്കുന്നത് 2,39,00,000 വേൾഡ് വൈഡായിട്ട് ഏകദേശം 3.5 കോടിയെങ്കിലും കിട്ടിക്കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. ഇതൊക്കെയാണ് ചിത്രങ്ങളുടെ ആകെ ഒരു അവലോകനം എന്ന് പറയുന്നത്. ഈ കണക്കും പ്രകാരം കൃത്യമായ കണക്കുകളാകണമെന്നില്ല, ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം. ഇന്നലെ എനിക്ക് തോന്നുന്നു 1.60 കണ്ടുമായിരുന്നു തുടരും എന്ന ചിത്രത്തിൻ്റെ പറഞ്ഞത്. പക്ഷേ അത് കണക്കുകളെല്ലാം കൂട്ടി കൃത്യമായിട്ട് വന്നപ്പോൾ ഏകദേശം 1,75,00,000 വരിയെന്ന് കണ്ടു. അപ്പം നമ്മൾ പ്രതീക്ഷയ്ക്ക് മുകളിലായിരുന്നു. ഇന്ന് 1,51,00,000 രൂപയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് തുടരും ചിത്രത്തിന് യാതൊരു പുതിയ ചിത്രങ്ങളൊന്നും തന്നെ ഭീഷണിയാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അല്പമെങ്കിലും കളക്ഷൻ വർധനമുണ്ടാകുന്നതെന്ന് പറഞ്ഞ പ്രിൻസിനും പടക്കളത്തിനുമാണ്. ബാക്കി പുതിയ ചിത്രങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എനിക്ക് തോന്നുന്നു പല ചിത്രങ്ങളും മാറ്റിവെച്ചായിരുന്നു. പുതിയ ഫുമതി വളവല്ലേ, അതുപോലെ നമ്മുടെ നരിവേട്ട മാറ്റിവെച്ചായിരുന്നു. ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രം മാറ്റിവെച്ചായിരുന്നു. അങ്ങനെ മാറ്റിവെച്ചവരൊക്കെ മികച്ചവരെന്ന് തന്നെ ഇതിൻ്റെ കളക്ഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം തുടരും എന്ന ചിത്രം ഉഴുതുമറിച്ച മലയാള സിനിമയിലേക്ക് ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ ഇപ്പം ഇറക്കി വിട്ടാൽ ഉള്ള അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുമെന്ന് ഈ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കാനൊരു സിനിമ തീരുമാനിച്ചിട്ടുണ്ട്. അത് തുടരും എന്ന ചിത്രം തന്നെയാണ്. അതിനുശേഷം വേറെ ഏത് ചിത്രങ്ങളും പറയാം അതിന് മുകളിലേക്ക് നോക്കാനേ ശ്രമിക്കുന്നത്. അതുക്കും മുകളിൽ നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഒരു പക്ഷേ പ്രിൻസും പടക്കളവും ഒക്കെ ഇതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും മികച്ച കളക്ഷൻ പ്രിൻസൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ആ സമയത്തായിരുന്നു. ടൈമിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ പ്രിൻസ് എന്ന് പറയുന്ന ചിത്രത്തിൽ ദിലീപിൻ്റെ പഴയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുന്ന രീതി തന്നെയാണ് ഇതിലും പിന്തുടരുന്നത്. എന്നാലും മികച്ചൊരു കളക്ഷൻ നേടാൻ ആ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ. ഇതിനകത്ത് പല പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. നമ്മളെ വിമർശിക്കുന്നവരും കമൻ്റ് ഇടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും കമൻ്റ് ഇടുക. എല്ലാവരും കമൻ്റ് ഇടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ചാനലിൽ ഉയരാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം വേറൊരു സന്തോഷ വാർത്ത ഉണ്ടായി, ഇതിനിടയിൽ വിട്ടുപോയൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ നിന്ന് തുടരും 100 കോടി അടിച്ചപ്പോൾ നമ്മുടെ ചാനൽ 15,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് അത് അറിയുന്നത്. ക്ഷമിക്കുക. ഇപ്പം 15,000 ഒക്കെ കഴിഞ്ഞ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ അകമൊഴിഞ്ഞ സഹകരണത്തിന് നന്ദി. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.